The nurse is caring for a post-abdominal surgery client 4 days after surgery. Okay. The nurse notes a temperature of 37 degrees Celsius, no complaints of pain at the incision site or elsewhere, a dry and intact wound dressing, and hypoactive bowel sounds in all 4 quadrants. Based on all the assessment data, what conclusion can the nurse make? The client's wound is becoming infected. Pain relief measures should be implemented. There are no current concerns for the client. Additional gastrointestinal assessment should be performed. Okay. നിങ്ങൾ ഈ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പം ഞാൻ പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് എംഗ്ലക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതിനകത്ത് എന്താ പറയണ്ടേ, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടാവും. നമ്മളത് വായിക്കുകയും നമ്മൾ കൃത്യമായിട്ട് അവിടെ നിന്ന് നമ്മളത് ഫൈൻഡ് ചെയ്യുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു CBI അന്വേഷണം പോലെ ആയിരിക്കണം നമ്മൾ ആ ക്വസ്റ്റ്യൻസിൽ നമ്മുടെ സെർച്ച് ഉണ്ടാകേണ്ടത്. അതുപോലത്തെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാം, നിങ്ങൾ ഒരു ഒറ്റ വാക്കുകളെ പോലും വിട്ടുകളയരുത്. ഓരോ വാചകം വായിക്കുമ്പോൾ പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം വായിക്കാൻ. മനസ്സിലാകുന്നുണ്ട്? അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹിൻഡ് നമുക്ക് കിട്ടും അത് പൊക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ പറയുന്നുള്ളേ ഉള്ളൂ, നിങ്ങൾ തന്നെ കാണുന്നതാണ് ഇതൊക്കെ. നിങ്ങൾ തന്നെ സ്വന്തമായിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്കത് മനസ്സിലാവും. എന്നാലും ഞാൻ പറഞ്ഞാണ്. അല്ലാതെ ഒരൊറ്റ വായനയിൽ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം കിട്ടൂല. വളരെ ശ്രദ്ധിച്ച് ഓരോ വാക്കുകളിലും അർത്ഥം കിടപ്പുണ്ടാവും, ഓരോ വാക്കുകളിലും ഓരോ സൂചനകൾ കിടപ്പുണ്ടാവും നമ്മുടെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലേ? അപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കി ഇത് കിട്ടുമെന്ന്. അപ്പോൾ പോസ്റ്റ് അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻ്റാണ്. 4 days ആയി. അത് ഇമ്പോർട്ടൻ്റാണ്. സർജറി കഴിഞ്ഞിട്ട് 4 ദിവസമായി, അല്ലേ? അത് നോക്കിക്കോണം. ദ നേഴ്സ് നോട്ട്സ് എ ടെമ്പറേച്ചർ ഓഫ് 37 ഡിഗ്രി സെൽഷ്യസ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് പേഷ്യൻറ്റിനുള്ളത്. എന്ന് പറഞ്ഞാൽ അത് നോർമലാണ്, ഫീവർ ഇല്ല. നോ കംപ്ലൈൻറ്റ്സ് ഓഫ് പെയിൻ അറ്റ് ദി ഇൻസിഷൻ സൈറ്റ് ഓർ എൽസ്വെയർ. അവിടെ എന്താ പറയുന്നത്, ഇൻസിഷൻ സൈറ്റിൽ വേദനയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല മറ്റു ഭാഗങ്ങളിലും അവർക്ക് വേദനയില്ല. ഓക്കെ, വേദനയില്ല. വേദന കൊണ്ടെങ്കിൽ പലതിൻ്റെ സൂചനയാകുമായിരുന്നു. പക്ഷെ അവിടെ അതും ഇല്ല, അതും നോർമലി. ഫീവറും ഇല്ല. എ ഡ്രൈ ആൻഡ് ഇൻടാക്റ്റ് വൂണ്ട് ഡ്രസ്സിങ്. അവിടെയും നമ്മൾ കണക്ട് ചെയ്യാൻ കൊണ്ടുപോകാൻ പോകുന്ന ചില കാര്യങ്ങൾ പോയി. ഓക്കെ, എന്താ വൂണ്ട് ഡ്രസ്സിങ് ഏരിയ വളരെ ഡ്രൈ ആണ്. അവിടെ പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, ഡ്രെയിനേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻടാക്റ്റ് ആണ്, പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച മറ്റേ എന്തായാലും വൂണ്ട് ഡെഹിസൻസോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ, അല്ലേ? ആൻഡ് ഹൈപ്പോ ആക്റ്റീവ് ബവൽ സൗണ്ട്സ് ഇൻ ഓൾ 4 ക്വാഡ്രൻസ്. ഓക്കെ, 4 അബ്ഡോമിനൽ ക്വാഡ്രൻസിലും ഹൈപ്പോ ആക്റ്റീവ് ബവൽ സൗണ്ട്സ് ആണ്. ഒരു പ്രശ്നം ഇപ്പോഴാണ് വന്നത്, മനസ്സിലാവുന്നുണ്ടോ? ബവൽ സൗണ്ട്സ് കുറവാണ്, ഹൈപ്പോ ആക്റ്റീവ് ആണ്. ഇല്ലെങ്കിൽ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, ആബ്സെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പോ ആക്റ്റീവ് ആയിട്ടുള്ള ബവൽ സൗണ്ട്സ് ആണ്. നിങ്ങൾക്ക് എന്തറിയാം, നമ്മൾ സാധാരണ പറയുന്നത് മെയിനായിട്ട് അത് ആദ്യം അറിഞ്ഞു. നമ്മൾ വേറെ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു, ഇല്ല പാരലിറ്റിക് ഇലിയസിൽ പറഞ്ഞായിരുന്നു. പക്ഷേ എന്നിരുന്നാലും സാധാരണ സർജറി ഡിപ്പെൻസ് ഓൺ സർജറിയാണ്. ഓരോ സർജറിയിൽ എന്തുമാത്രം എന്താ പറയുന്നത്, ഈ അബ്ഡോമിനൽ ഓർഗൻസ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു, അനസ്തേഷ്യ ഒരു ഘടകം, പിന്നെ ഒപ്പിയോയിഡ്സ് ലൈക്ക് അനാൽജസിക്സ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ അനുസരിച്ചിട്ട് ബവൽ മൂവ്മെൻറ്റ്സ് കുറച്ച് ടൈം എടുക്കും. കാരണം ഒന്ന് പ്രവർത്തന രഹിതം എന്നൊക്കെ പറയുമോ, ഓക്കെ, ഒന്ന് നിന്ന് പോയ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സിസ്റ്റമാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് തിരിച്ച് വർക്കപ്പായി വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഈ എന്താ പറയേണ്ടത്, അത് മെയിൻ ഉദ്ദേശം ന്യൂമോണിയയും അഡലറ്റാസിസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏർലി മൊബിലൈസേഷനൊക്കെ ചെയ്യിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നിന്നുപോയ ശരീരത്തിൻ്റെ എന്താ പറയണ്ടേ മെഷീൻസൊക്കെ തിരിച്ചു വർക്കായി വരാനും കൂടെയാണ്. അപ്പോൾ അതിനകത്ത് ഒന്നാണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൻ്റെ തിരിച്ചുള്ള വരവെന്ന് പറയുന്നത്. അത് നമ്മുടെ സൂചന ആയിരുന്ന ബവൽ മൂവ്മെൻറ്റ്സ് പ്രോപ്പർ ആകുമ്പോഴാണ്. ഇത് നിന്നിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക്, അല്ലേ? അപ്പോൾ അത് തിരിച്ചു വരിക എന്നുള്ളത് സൂചനയാണ്. ബബൽ മൂവ്മെൻറ്റ്സ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതും മെയിനായിട്ട് 4 ക്വാഡ്രൻസിലും. പിന്നെ ഫ്ലാറ്റുലൻസ്, ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതും, ഫ്ലാറ്റുലൻസ് ഉണ്ടെങ്കിൽ അതും ഒരു സൂചനയാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് തിരിച്ചു വന്നു എന്നുള്ളതിൻ്റെ. അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ട്. ഞാൻ പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, യൂഷ്വലി 24 തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ മിക്ക സർജറീസിലും ബവൽ സൗണ്ട്സ് റിട്ടേൺ ആകാറുണ്ട്. നോർമൽ ആക്റ്റീവ് ബവൽ സൗണ്ട്സ് ആകും. പക്ഷേ ഇവിടെ 4 ദിവസമായി, ഇല്ലേ? അപ്പോൾ 4 ദിവസമായിട്ട് എന്ന് വെച്ചാൽ 96 മണിക്കൂർ, കറക്റ്റല്ലേ? അപ്പോൾ 4 ദിവസമായിട്ടും ഇവർക്ക് ബവൽ സൗണ്ട്സ് റിട്ടേൺ ആയിട്ടില്ല. അതൊരു അബ്നോർമാലിറ്റിയുടെ സൂചനയാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ബേസ്ഡ് ഓൺ ഓൾ ദി അസസ്മെൻറ്റ് ഡേറ്റ, വാട്ട് കൺക്ലൂഷൻ ക്യാൻ ദ നഴ്സ് മേക്ക്? ഇത്രയും ഡേറ്റ നിങ്ങൾ അസസ് ചെയ്തെടുത്തു, ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞു, അതിലെ അസസ്മെൻറ്റ് കഴിഞ്ഞു, ഇവാലുവേഷൻ അല്ല അസസ്മെൻറ്റ് കഴിഞ്ഞു. എന്താണ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യത്തത്, ദ ക്ലയൻറ്റ്സ് വൂണ്ട് ഈസ് ബിക്കമിങ് ഇൻഫെക്റ്റഡ്. പേഷ്യൻ്റെ വൂണ്ട് ഇൻഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ച് നോക്കി, അവിടെ ഞാൻ പറഞ്ഞ കഥയിലൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഫീവർ ഇല്ല, അവിടെ ആവശ്യമായിട്ടുള്ള എന്താ പറയുന്നത് വൂണ്ട് ഏരിയയും നല്ല പക്കയാണ്.
അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അവിടെ ഡ്രെയിനേജോ ഊസിങ്ങോ പസ് ഫോർമേഷനോ ഒന്നുമില്ല. അതിനിടയ്ക്ക് എങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു ഫീവറെങ്കിലും വേണ്ട, അതുമില്ല. പേഷ്യൻ്റ് നോർമൽ ഫീവർ, പെയിനും ഇല്ലെന്ന് പറയുന്നു. ഏരിയയിലൊന്നും അവിടെ ഒരു പെയിനും ഇല്ല അല്ലേ? സോ അത് കൺസിഡർ ചെയ്യേണ്ട തൽക്കാലം തെറ്റാണത്. ദ പെയിൻ റിലീഫ് മെഷേഴ്സ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. എത്രയും പെട്ടെന്ന് അനാൽജസിക്സ് അല്ലെ പെയിൻ റിലീഫ് മെഷേഴ്സ് എടുക്കണം. എന്തിന്? വേദനയില്ലാത്ത പറയുന്ന പേഷ്യൻസിന് എന്തിനാണ് നമ്മൾ അനാൽജസിക്സ് കൊടുക്കേണ്ട കാര്യം? അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് കൊടുക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ചുമ്മാ വട്ടമുണ്ടോ വെറുതെ എടുത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? കൊടുക്കേണ്ട ആവശ്യമില്ലത്. ദർ ആർ നോ കറണ്ട് കൺസേൺസ് ഫോർ ദി പേഷ്യൻറ്റ്. അത് പറയാൻ പറ്റില്ല. പേഷ്യൻ്റ് ഇനി നമ്മൾ ഒരു ടെൻഷൻ വേണ്ട, പേഷ്യൻ്റ് ഒരു കുഴപ്പമില്ല, ആവശ്യമില്ലാതെ കിടന്നവിടെ ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമില്ല, ഒരു കൺസേണും ഇല്ല പേഷ്യൻറ്റിന്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, വിട്ട് കളഞ്ഞേക്കുക, അങ്ങനെ പറയാനും പറ്റില്ല. കാരണം അവിടെ ഒരു വലിയ പ്രശ്നം അവിടെ കിടക്കുന്നു. ബവൽ സൗണ്ട്സ് റിട്ടേൺ ആയിട്ടില്ല 4 ദിവസമായി സർജറി കഴിഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റ് താൽക്കാലികമായിട്ട് പണി മുടക്കി കിടക്കുക. അത് ചിലപ്പം വേറെ എന്തെങ്കിലും വലിയ കോംപ്ലിക്കേഷൻസിൻ്റെ സൂചനയാകാം. അത് ഫർദർ അസസ്മെൻറ്റ് നടത്തണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യണം HCPയെ, ഓക്കെ, ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ, എന്താ പറയുന്നത്, ബന്ധപ്പെട്ട ഡോക്ടറെ ഇൻഫോം ചെയ്യണം. അതാണ് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത് നോക്കാം. അഡീഷണൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അസസ്മെൻറ്റ് ഷുഡ് ബി പെർഫോംഡ്. GIയിൽ എന്തോ പ്രശ്നമുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫർദർ അസസ്മെൻറ്റ് നടത്തണം. അത് കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലോട്ട് അവർ എത്തിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ D. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പം നിങ്ങളോട് പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ഉള്ള കോഴ്സുകളിലൊന്നായ നെക്സ്റ്റ് ജനറേഷൻ NCLEX സാറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൽ തന്നെ ഗ്യാസ്ട്രോ ന്യൂട്രീഷൻ, ഓക്കെ, അതാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിന്നെടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, നമുക്കിപ്പം മെയിനായിട്ട് NCLEX സാറിന് വേണ്ടിയിട്ട് തിയറി ക്ലാസ്സസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിലും തിയറി ക്ലാസ്സിലും രണ്ടിലും സിസ്റ്റം വൈസ് NCLEX RN ബേസ്ഡ് ആയിട്ട്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പോകുന്നത്. തിയറി ക്ലാസ് സൗണ്ടേഴ്സ് ബേസ്ഡ് ആയിട്ടും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആർച്ചറിൽ നിന്നും, ആർച്ചർ റിവ്യൂ, വേൾഡിൽ നിന്നും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല റിസർച്ച് അതിനകത്ത് നടത്തിയിട്ട് കോംപ്രിഹെൻസീവായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റം വൈസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓരോ സിസ്റ്റം എടുത്താലും അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം മാക്സിമം ക്വസ്റ്റ്യനിലൂടെ കവർ ചെയ്യുക. തിയറിയും കിട്ടുക, മാക്സിമം ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് എല്ലാം പറയുകയും റാഷണൽ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഈ ഒരു കോഴ്സിൽ. ഓക്കെ, അപ്പം ഇത് കൂടാതെ നമ്മുടെ NCLEX RN ക്ലാസ്സസ് കൂടാതെ മെയിനായിട്ട് സൗദി പ്രോമെട്രിക്കിൻ്റെ ക്ലാസ്സുകളുണ്ട്. DHA, ഹാദ്, MOH, മറ്റ് പ്രോമെട്രിക്സ്, NHRA, SNB, ഇങ്ങനെയുള്ള ക്ലാസ്സുകളും അതിൻ്റെ ക്രാഷ് കോഴ്സസ്, മെയിനായിട്ട് 60 hours ക്രാഷ് കോഴ്സും മിനി ക്രാഷ് കോഴ്സും അവൈലബിൾ ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ നഴ്സിംഗ് ഫ്ലിസ് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, സമയം എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഇരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്, നിങ്ങളുടെ സമയം അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ അവൈലബിൾ ആകുന്നത്. അപ്പം ഡ്യൂട്ടിയുടെ ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തൊരു വിഷയമാകില്ല. ഓക്കെ, അത് ഒന്ന്. പിന്നെ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് നമുക്ക് റെഗുലർ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണുള്ളത്. മെയിനായിട്ട് എയിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും DMEക്കും DHSനും അല്ലെങ്കിൽ നമ്മുടെ കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ക്ലാസ്സസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.